العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى وما تحب وترضى. الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي. ആദരവായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെരുന്നാളിന്റെ ദിവസം നടന്നു പോവുകയാണ്. കുറേ കുഞ്ഞുമക്കളെല്ലാം അവിടുന്ന് കളിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ കാണുകയാണ്. ഒരു കുഞ്ഞിമോനതാ കളിയിൽ പങ്കെടുക്കാതെ ദൂരെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. കുഞ്ഞുമക്കളോട് അതിലേറ്റ സ്നേഹമുള്ള പ്രവാചകനാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ കുഞ്ഞിമോനടുത്തേക്ക് പോയിക്കൊണ്ട് ആ കുഞ്ഞിമോനോട് ചോദിക്കുമ്പോൾ, എല്ലയോ മോനെ, എന്തുകൊണ്ട് ചങ്ങാതിമാരോട് കൂടെ കളിക്കുന്നില്ല? ആ സമയത്ത് ആ കുഞ്ഞുമോന് പറയുന്നു, ഓ മനുഷ്യ, എനിക്ക് നാടുമില്ലാത്തവനാണ്. എൻ്റെ പിതാവ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹമ്മദിൻ്റെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി പോയി. എൻ്റെ ഉമ്മ മറ്റൊരു ഭർത്താവിൻ്റെ കൂടെ കല്യാണം കഴിച്ചു പോയി. ഞാനിന്ന് തികച്ചും അനാഥനാണ്, എനിക്ക് ആരുമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് പുതുവസ്ത്രമില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞുമോനെ കരയുമ്പോൾ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞുമോനെ തൻ്റെ ചാരത്തേക്ക് എടുത്തുകൊണ്ട് തൻ്റെ തോളിലേക്ക് ഇട്ടുകൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ അടുത്ത് പോയിക്കൊണ്ട് പറയുന്നു, ആയിഷ, ഇന്ന് മുതൽ ഈ കുഞ്ഞുമോനെ നമ്മുടെ വീട്ടിലാണ് വളരുക, നിന്റെ അടുക്കളയിലാണ് വളരുക. അതുകൊണ്ട് തന്നെ കുഞ്ഞുമോനെ കുളിപ്പിക്കണേ, ഒരു വസ്ത്രം ധരിപ്പിക്കണേ, വയറ് നിറയെ ഭക്ഷണം കൊടുക്കണേ. എന്നിട്ട് ആ കുഞ്ഞുമോനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹമ്മദിന്റെ പിതാവാകാൻ സിദ്ദീഖുൽ അക്ബറിന്റെ കുഞ്ഞുമോൾ ആയിഷയുടെ മാതാവാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? കുഞ്ഞുമോനെ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കാതിരിക്കും? അങ്ങനെ അതാ കുഞ്ഞുമോന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ വളരുകയാണ്. അൻത ഉമ്മും അബൂ മാ റഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ